മശായിഖുമാരെ സമീപത്ത് താങ്കളുടെ പിതാവ് പോയിരുന്ന ആ കാലത്ത് അവരിതിനെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ താങ്കൾക്ക്. അത് പല തവണ നമ്മൾ കേൾപ്പിച്ചതാണ്. അതിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം ഇന്ന് ഞാൻ കേൾപ്പിക്കാം. കാരണം എന്തിനാണെന്നറിയോ? ഇവരിങ്ങനെ അജ്മീറാക്കുക, നാഗൂരാക്കുക, അതുപോലെയുള്ള മശായിഖന്മാരെ പേരിലാക്കുക, ആത്മീയ ചൂഷണം നടത്തി യഥാർത്ഥത്തിൽ ഇവർ സുന്നി വരെ ആയിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ തിരുഹദറത്തിൽ പോയിരുന്ന സന്ദർഭം മറന്നുപോയോ? ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഔലിയാക്കന്മാരെ മദത്, മശായിഖിന്റെ മദത് ഇല്ലാതെയായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലട്ടോ. ഇതൊക്കെ തീർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. അവര് നിങ്ങളിലൂടെ ലോകത്തോടാ സംസാരിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ എൻ്റെ വീഡിയോ കേട്ടപ്പോൾ എത്ര നല്ല നല്ല ഭാഗങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് എ.പി. അബൂബക്കർ മുസ്ലിയാരെയും ചെറിയ പി ഉസ്താദിനെ ഇരുത്തിയിട്ട് അവർ പറയുന്നുണ്ട്, കറാമത്ത് പറയാൻ പാടില്ല എന്നുള്ള വർത്താനമായിട്ടാണോ നടക്കുന്നത്? ചിലത് പറയാൻ പാടില്ല എന്നോ? അങ്ങനെയാണല്ലോ സമ്മേളനം അടക്കം നടത്തിയത്. അതേ സമയത്ത് എയർപിൻ കറാമത്ത് പറയുന്നുണ്ട്. അവർ ചോദിക്കുക, നിങ്ങളും സലഫിയും തമ്മിൽ എന്താ വ്യത്യാസം? നേരെ മുഖത്ത് നോക്കിയാ ചോദിക്കണത്. സലഫിയും നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, അപ്പം എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ട്. ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞ ഏപ്പിന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ, പേരോടിന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ. അതുള്ളതാണോ ഇല്ലാത്തതാണോ? മടവൂരിന് മാത്രം പറ്റൂലാന്നോ? വിടൂലങ്ങളെ ഹിസാബെടുക്കും. അങ്ങനെ പറയാനും ഇവിടെ അള്ളാന്റെ റിജാലിങ്ങൾ ഉണ്ട് എന്ന് ജനം ഒന്ന് കാണട്ടെ. കച്ചവടത്തിന് പോയതാണല്ലോ, കച്ചവടത്തിനല്ലേ പോയത്. നിങ്ങൾ 10-40 കൊല്ലം മുന്നിൽ ഇരുന്നെടുത്ത് കച്ചവടത്തിനാണെന്നല്ലേ പറയിപ്പിച്ചത്. അത്രയും ശക്തമായി പറഞ്ഞു കൊടുക്കുന്ന അവരെയാണ് അവരുടെ അനുയായികൾ ഇന്നും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി നിങ്ങൾ. അല്ല നമ്മളെ കാക്കട്ടെ, നമ്മളെ എല്ലാവരും ബന്ധപ്പെട്ട എല്ലാവരും കാക്കട്ടെ. 10-40 കൊല്ലത്തോളം സ്വന്തം ഉസ്താദായി അബുൽ അനാമ് വരെ ആയി എന്ന് പറയുന്ന ആള് പോയിരുന്ന സ്ഥലം, ആ മഹത്തായ ഹദറത്തിനെ സംബന്ധിച്ച് പച്ചയായ തോന്നിവാസവും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരല്ല ഏൽപ്പിച്ച കാര്യം ആരുടെ മുഖത്ത് നോക്കും പറയും എന്നത് തെളിയിക്കുകയായിരുന്നു. അതിലൂടെ ശക്തമായ ഭാഷയിലാ പറഞ്ഞു. മടവൂരിൻ്റെത് മാത്രം പറയാൻ പാടില്ല, ഹിസാബെടുക്കും, പറയെന്നെ ചെയ്യും. വറച്ചുപോയി ഉണ്ടാവും അബൂബക്കർ മുസ്ലിയാരൊക്കെ. മടങ്ങി വരണം എന്നാ ഞാൻ പറയുന്നത്. മശായിഖിന്റെ വഴിയിലേക്ക് വരണം. അവരില്ല. ഞാൻ ഇപ്പൊ കേരള യാത്ര പൊട്ടിയില്ലേ? അതിൻ്റെ മുമ്പ് എറണാകുളത്ത് 89-ൽ നിങ്ങൾ സമ്മേളനം നടത്തിയിരുന്നില്ലേ? ആ സമ്മേളനം നടത്തിയ നിങ്ങൾക്ക് ഇത്ര അനുയായികൾ ഉണ്ടായിരുന്നോ? പള്ളികളുണ്ടായിരുന്നോ? സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ടായിരുന്നോ? എന്നിട്ട് ആ സമ്മേളനം നടത്തി പോരുമ്പോഴുള്ള മനസ്സിന്റെ റാഹത്ത് ഇന്ന് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ടല്ലോ. എന്താ കാരണം? നിങ്ങൾ എന്നെ പഠിക്കി. ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എത്രയോ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖുമാർ. അപ്പൊ അതുകൊണ്ട് കറാമത്ത് നിഷേധത്തെ നേരെ മുന്നിലിരുത്തിയിട്ട് ശക്തമായ ഭാഷയിൽ പഠിപ്പിക്കുന്ന സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ട ആ കലാമുകൾ, രത്നങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കുറച്ചിങ്ങനെയൊന്നായാൽ ശരിയാവില്ല. പറയാണേ നേരെ പറയാ. നിങ്ങൾക്ക് നേരെ പറയാ. എന്റെ സെൽഫികൾ അതുപോലെ പറയാം. എന്താ സെൽഫി എന്തിനാ ഭയപ്പെടുന്നത്? ഈ സംഘടന ഉണ്ടാക്കാനും സംഘടനയുടെ മഹത്വം പറയാനും ഈ സംഭവങ്ങളാക്കാൻ നിലം നിർത്താനും ഒക്കെ മടവൂരിന്റെ പേര് പറയുകയും ചെയ്യുക.
നേരത്തെ തുല്യം വെക്കുക, പൈസയും വേണം, പാട്ടപ്പീരും വേണം. സ്ഥാനം പറഞ്ഞൂട, കറാമത്ത് പറഞ്ഞൂട. എന്നാ ഉസ്താദിനെ പറ്റി കറാമത്ത് പറയുന്നുണ്ടല്ലോ, അതുള്ളതല്ലാത്തതോ? പേരോടിനെ പറ്റി, ഇറാഖ് യോധനെ പറ്റി ഇവിടെ പല മഹത്വവും കറാമത്തും പറയുന്നുണ്ടല്ലോ, ഇതുള്ളതോ ഇല്ലാത്തതോ? ഇതൊക്കെ എന്തെന്ന് പറയാമെങ്കിൽ വളവിനെ പറ്റിയാ പറയാൻ ആളില്ലാത്തത്. വിടൂലേ, ഒരു ഇഞ്ച് വിടൂല, ആരും മനസ്സിലാക്കണ്ട, ഇറങ്ങി തന്നെ ചെയ്യും. നാട്ടുകാർ മതി, വേറെ ആരും വേണ്ട. നമുക്ക് മുഴുവൻ എന്തു പറയാനാവും? നേരെ പറയല്ലേ. കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞു വിടൂല, ഹിസാബ് എടുക്കന്നെ ചെയ്യും. മടവൂർ ശൈഖിന്റെ കറാമത്ത് പറയാൻ പറ്റൂലെന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുള്ളതാണോ ഇല്ലാത്താണോ? നിങ്ങളെ സംഘടനക്ക് വേണ്ടി ശൈഖുനാന്റെ പേര് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ സംഘടനക്ക് വേണ്ടി നേർച്ചക്കുറ്റി വെക്കുന്നുണ്ടല്ലോ, അത് ആവർത്തിച്ച് കേൾക്കണ്ടേ? ഞങ്ങള് ഓരോന്നും പോയിട്ട് പിന്നെയും പിന്നെ എടുത്ത് കേൾക്കണം. കാന്തപുരക്കും മുസ്ലിയാർ സുൽത്താനാന്ന് പറഞ്ഞാൽ അവിടെ പോയ പൂച്ചക്കുട്ടിന്റെ താഴെ ഉണ്ടാകുക. കാരണം എന്താ? ഇരിക്കുന്നത് ലോക ചക്രവർത്തിയാണ്. മിണ്ടാൻ കഴിയും. അവിടുന്ന് കച്ചവടത്തിന്റെ കാ പറഞ്ഞ ആളുണ്ടാവോ? കത്തിച്ചാമ്പലായി പോലെ. എന്നിട്ടോ നല്ല ഒരു ഉപദേശം ഒന്നും കൂടി കേൾപ്പിക്കാം. ഏതായാലും കഴിഞ്ഞ റമദാന്റെ മുമ്പായിരുന്നു നമ്മൾ വലിയ വലിയ സംഭവമൊക്കെ പുറത്തു വിട്ടത്. അന്ന് വന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അവിടെ നന്നാവാനൊക്കെ ഉള്ളവർക്ക് നന്നാവാനും നല്ലതാണ്. മശായിഖിൻ്റെ ഉപദേശമല്ലേ. ഒരുപാട് മശായിഖന്മാർ ഹയാത്തിലുണ്ട്. വടകര ഓറും അങ്ങനെയുള്ള മശായിഖൊക്കെ ഉണ്ട്. യഹിയൽ ബുഖാരി തങ്ങളെപ്പോലെയുള്ള ഒരുപാട് മഹാരഥന്മാർ. നല്ല നല്ല വാക്കുകൾ. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്ത് പിന്നെ നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നല്ല ഊർജം വേണം, ഹിമ്മത്ത് വേണം, പറയേണ്ടതെല്ലാം പറയണം. നിങ്ങളെ ജോലി മടവൂര് ശൈഖിനെ സ്ഥിരപ്പെടുത്തലാണ്. അതാണ് ഈക്ക ചെയ്തത്. അതാണ് ഈക്കയുടെ പവറും. ഈക്കയുടെ പവർ അതാണ്. മശായിഖ് പറഞ്ഞു കൊടുക്കുന്ന നോക്ക്. ഈക്ക ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വയസ്സായില്ലേ, നഫ്സിൻ്റെ കാര്യം, ആഭ്യന്തര കാര്യം ചിന്തിക്കാൻ സമയമായില്ലേ? ഒസാരി ഇമാമ് ചെയ്തത് അറിയില്ലേ? നീ എടുക്കാ കാത്തിക്കണ്? ഖബറിൽ പോകണ്ടേ? ഖബറിൽ പോകുമ്പോൾ ഇപ്പറഞ്ഞ ടീമുണ്ടാവോ നിങ്ങളെ കൂടെ? ആരെയാണോ ദുനിയാവിൽ പിടിച്ചത് അവരല്ലേ ഉണ്ടാവുള്ളൂ. നല്ല ഉപദേശം, അവരെ ഉത്തരവാദിത്വം ഇവരെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു. ലോകർക്ക് മുഴുവനും നന്നാകാൻ, ചിന്തിക്കുന്നവർക്ക് ബോധമുണ്ടാകാൻ ഈ ശഅബാനിൽ നമ്മൾ കേൾക്കേണ്ട ഏറ്റവും നല്ല വചനങ്ങൾ ഒന്ന് മനസ്സിരുത്തി കേട്ടു നോക്ക്. ഊർജം വേണം, നല്ല ഹിമ്മത്ത്, നല്ല ഉത്സാഹം വേണം. എല്ലാം പറയേണ്ട മാതിരി തന്നെ പറയുക. കിതാബാണ്, ഹദീസാണ്, അങ്ങനെ ആയത്താണ്, അങ്ങനെ എങ്ങനെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന അതുപോലെ സ്ഥിരപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. വരുന്നത് ഈ കാര്യം സ്ഥിരപ്പെടുത്തി പോയതാണ്. ഇത്തരം പൗരൻ അതാണ്. ഇപ്പൊ നമ്മളെല്ലാവരും പോലെ ആയാൽ പറ്റൂല. നിങ്ങൾക്ക് അത് പറ്റൂല. പിന്നെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് പിന്നെ അതിനൊന്നും നേരമില്ല. സംഘടന ഉണ്ടാക്കലും മറ്റേ സംഭവമൊക്കെ അതായിട്ട് വെച്ചെന്തോ നടന്നോട്ടെ. നമുക്കിപ്പോൾ നമ്മളെ കാര്യം നോക്കാനായിരിക്കും ആഭ്യന്തരം, സ്വന്തം നഫ്സിന്റെ ഭാഗം, ആത്മാവിന് കളങ്കം പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് റസാലി ചെയ്തതുപോലെ ആ പ്രവൃത്തി അങ്ങനെയാണ് ഓരോരുത്തരും ചെയ്ത് മുൻഗാമികളെ എല്ലാം ചെയ്തിരിക്കണമെങ്കിൽ അവസാനം ഇങ്ങനെയായിരുന്നു. അപ്പൊ അതിനൊന്നും ഒരുത്തനെയും പേടിക്കല്ല. അവനാന്റെ കബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ. നിർത്തുന്നവരെ പ്രവർത്തിണ്ടാവും. അവിടെ അത് ആരുമായിട്ടാ കളിക്കണമെന്ന് വെച്ചാൽ ഓരെല്ലാം ഉണ്ടാകുക. അതിനെ ഏൽപ്പിക്കപ്പെട്ടവര്, അവര് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ ആരാന്ന് വെച്ചാൽ ഓരേ ഉണ്ടാവും. ഏൽപ്പിച്ചിട്ടുള്ളത് ഉറപ്പ് തന്നെയാണല്ലോ. പിന്നെ അസറായിലാണ് ഇപ്പോ റുഹിക്കുന്നത്, അറിയുന്നില്ല. അതൊക്കെ വെക്കാൻ കഴിയും. പിന്നെന്താ
ചെറിയ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. നന്നായിട്ട് ചിന്തിക്കുക. ശരിക്ക് എല്ലാവരും നേതൃത്വം നൽകുന്ന ഏറ്റവും ടോപ്പ് ആളടക്കം ഇത് ഒരു സമയത്തൊന്നുമല്ല. EK ഉസ്താദിന്റെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, EK ഉസ്താദ് ഇതൊക്കെ ചെയ്ത കാര്യം, EK ഉസ്താദ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് സാക്ഷിയായ മശായിഖുമാർ, അവരാ കാലത്തിനും സാക്ഷിയാണ്, ഇന്നും സാക്ഷിയാണ്. അവരൊന്നും മറന്നിട്ടില്ല. അവരിങ്ങളോട് ഓരോ തവണയും പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് എറണാകുളത്ത് വെച്ച് ഐസൻ ലോഡ്ജിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിൻ്റെയൊക്കെ മുമ്പ് 1989 എറണാകുളം സമ്മേളനം നടക്കുമ്പോ ആ എറണാകുളത്ത് ബിസ്മി ലോഡ്ജിന്റെ 301-ാമത്തെ റൂമിൽ വെച്ച് അന്ന് അവർ നിങ്ങളോട് പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടോ എന്ന് പഴയ ഓർമ്മയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. എറണാകുളം സമ്മേളനം നടക്കുന്ന സമയത്ത് ബിസ്മി ലോഡ്ജിന്റെ 301-ാമത്തെ റൂമിൽ അവരുണ്ടായിരുന്നില്ലേ? MA ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ? അപ്പുറത്ത് അണ്ടോണ ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ? പാറന്നൂർ PP ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ? ഈ ഉസ്താദുമാരൊക്കെയുള്ള ആ സമയത്ത് എന്താണ് ആ റൂമിൽ വെച്ച് സംഭവിച്ചത്? എന്താണെന്ന് അവരോട് നിങ്ങളോട് അവർ പറഞ്ഞത് മറന്നുപോയിട്ടുണ്ടോ? ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങളുടെ അവസാനം വരെ സൂക്ഷിക്കേണ്ട എന്നും ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ ഓരോ തൃക്കാഴ്ചയിലും അവര് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവര് ലോകരോട് സംസാരിക്കുകയാണ്. അവനങ്ങനെ ഒരാളോട് സംസാരിക്കലില്ല. മുന്നിലിരുന്നു കൊടുത്തവർ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അവരോടെല്ലാവരും സംസാരിക്കുന്നത്. ഔസുൽ ആലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ഒരു സംസാരത്തിനിരുന്നാൽ ലക്ഷക്കണക്കിന് സൊഫുകൾ എൻ്റെ മുന്നിലുണ്ടാകും. നിങ്ങൾ ഈ കാണുന്ന 1-2 ആളുകളല്ല, സ്വകാര്യ സംഭാഷണമല്ല, അത് ലോകരോടല്ലേ അവർ പറയുന്നത്. പറയണം, കൃത്യമായി പറയണം. മടവൂര് ശൈഖുനയെ സ്ഥിരപ്പെടുത്തിയ ആളാണ് EK ഉസ്താദ്. മീസാനുൽ കുബ്ര വായിച്ച് സ്ഥിരപ്പെടുത്തിയതാണ്. ആ സ്ഥിരപ്പെടുത്തിയ EK ഉസ്താദിന്റെ വഴി നിങ്ങൾ പിന്തുടരണം. അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മഹാനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയോ? ഇമാം ഗസാലി തങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? 400 കുട്ടികളുമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ ശൈഖിനെ കാണാൻ വേണ്ടി ദർസ് നിർത്തിയിട്ട് ഷാമിലേക്ക് പോയ ഇമാം അബൂ ഹാമിദിൽ ഗസാലി, ആ ഗസാലി ഇമാമിനെ ഓർമ്മപ്പെടുത്തി. അതിന്റെ എല്ലാം പുറമെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാനായില്ലേ എന്നാ ചോദിച്ചത്. ലോകത്തോടാണ് ചോദ്യം. മരണം വരില്ലേ? മരണം വരുമ്പോൾ മരണസമയത്ത് ആള് വേണ്ടേ? നിങ്ങൾ പുറത്താക്കിയ TMC ഉസ്താദില്ലേ, അന്ന് നിങ്ങളുടെ എറണാകുളം സമ്മേളനത്തിന്റെ മെയിൻ കൺവീനറായി വർക്ക് ചെയ്ത TMC ഉസ്താദ്, ആ പ്രിയപ്പെട്ട TMC ഉസ്താദിനെ നിങ്ങൾ പുറത്താക്കി. പക്ഷേ ഞങ്ങളടക്കം കേട്ട് ഒരിക്കൽ അവരോട് പറഞ്ഞു, TMC മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? വേണ്ട, നല്ല ഒരു രാവിൽ നമ്മുടെ 40 മശായിഖന്മാർ ചുറ്റും കൂടിയിരുന്നിട്ടല്ലാതെ നിങ്ങൾ മരിക്കുകയില്ല. ലോകത്ത് പിന്നത് വന്നില്ലേ? മെഹ്റാജ് രാവിലല്ലേ TMC ഉസ്താദിന്റെ വഫാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവരും മരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറിൽ എന്താ സംഭവിക്കുക? എല്ലാ ആളുകളെയും അവരാരെയാണോ ഈ ഭൂമി ലോകത്ത് അവരുടെ ശൈഖായി ഇമാമായി വെച്ചത് അവരിലേക്ക് ചേർത്തിയിട്ടാണ് വിളി. ആ വിളിക്കുന്ന നേരത്ത് ആള് വേണ്ടേ? ഖബറിൽ ആള് വേണ്ടേ? ഈ സംഘടന കൊണ്ടോ മെമ്പർഷിപ്പ് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതോരോട് മാത്രമല്ല, നമ്മളോടൊക്കെ ചോദിക്കുകയാണ്, എല്ലാരോടുള്ള ചോദ്യമാണ്. അവര് ലോകത്തോടല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാറണം, നന്നാവണം. ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ശരിക്കും ഈ കളിയാക്കലും പരിഹസിക്കലും ഇതെല്ലാം തീരും കേട്ടോ. മഹാനായ മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ കളിയാക്കിയ മുഴുവൻ പരിഹാസ്യങ്ങളും അവർക്കെതിരെ സംസാരിച്ച നാവും
സംഘടനയുടെ ബലത്തിൽ തോന്നിവാസം പറഞ്ഞതും എല്ലാം മുന്നിൽ വന്നു നിൽക്കുമ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാലനക്കാൻ കഴിയില്ല, കൈയനക്കാൻ കഴിയില്ല. ആ സമയത്തൊറ്റ വിളിയേ ഉണ്ടാകൂ, എൻ്റെ ശൈഖവറുകളെ. ആ സമയത്താണ് മരണം ഇങ്ങനെ മുന്നിൽ കണ്ട് മലക്കുകൾ വന്നു നിന്ന് വേറൊരു ലോകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ, മോനെ ഭയപ്പെടണ്ട, നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഖബറിലും ഞങ്ങളുണ്ട്, മഹ്ശറയിലും ഞങ്ങളുണ്ട്. ഞങ്ങളുടെ സംസാരങ്ങളെ അല്ലാഹു തട്ടുകയില്ല. മുരീദീ തമസ്സക് ബി വകും ബി വാസിഖാ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൃത്യമായ വാക്കുകളനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ കാവലിന് ഞങ്ങളുണ്ടാകും. ഇത് ചെറിയ ബന്ധമല്ല. ഒന്നുമറിയാതെ പരിഹാസത്തിന്റെ വഴിയിൽ പോകുന്ന പാവപ്പെട്ട ജനങ്ങളെ സഹതാപമാണ് കാണുമ്പോ ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, 1974 മുതൽ നമ്മൾ ബന്ധമില്ലേ എന്ന് എ പി അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ വിഷയത്തിൽ ഞാൻ ഇടപെടാത്തത് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. മർക്കസിന്റെ ആദ്യ സമ്മേളനത്തിൽ വടകരോരൊക്കെ ഉണ്ടാവുമ്പോ ഞാനില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇ കെ ഉസ്താദിന്റെ കൂടെ കോട്ടിക്കുളത്ത് ദിവസങ്ങളോളം നിന്ന കഥ പറയുന്നുണ്ട്. മടവൂർ ശൈഖുനെ ഏൽപ്പിച്ച ദഅവത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കച്ചോടാന്നും പറഞ്ഞ് തള്ളിയിട്ട് എങ്ങോട്ടായി പോണ്? ജമാലുദ്ദീൻ സോബി എന്ന പണ്ഡിതൻ സ്വപ്നം കണ്ടൊരു സ്വപ്നം ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഫതാവയിൽ. ഉറങ്ങാണ് ജമാലുദ്ദീൻ സോബി. മൂപ്പർക്ക് ഒറ്റ അസുഖേ ഉള്ളൂ, മശായിഖിനെ എതിർക്കും. സ്വപ്നം കണ്ടു മഹ്ശറയിലാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. അവിടെ മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. മൻ ശദ്ദ ശുദ്ദ ഫിന്നാർ. ഒരു വലിയന്റെയും കരം കിട്ടിയില്ലേ നരകത്തിലേക്ക് ഉറപ്പാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഇസ്തിഖാമത്ത് തരട്ടെ. ആര് തെറി പറഞ്ഞാൽ എന്താ, ആര് തോന്നിവാസം പറഞ്ഞാൽ എന്താ, നമ്മളെ കൊന്നാൽ എന്താ? മശായിഖിന്റെ തൃപ്തിയുടെ ഒരൽപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മളെ അതിജയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അള്ളാഹുവിന്റെ ആളുകൾ നിങ്ങൾക്ക് സഹായത്തിനുണ്ടെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവര്. എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ജമാലുദ്ദീൻ സ്വാബി ഇങ്ങനെ ഖിയാമത്ത് നാളിൽ പെട്ടു കുടുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിളി, ഐന ജമാഅത്ത് ഇബ്നുൽ ഫാരിദ്, ഇബ്നുൽ ഫാരിദിന്റെ സംഘം എവിടെ? എല്ലാവരും ഓടുന്നു ആ സംഘത്തിലേക്ക്. ഓടി ജമാലുദ്ദീൻ സ്വാബിയും. മലക്കുകൾ ഇടപെട്ടു, നിൽക്കവിടെ. എങ്ങോട്ടാ ഓടുന്നത്? ലസ്ത മിൻഹും, നീ അവരിലില്ല, നീ അവരിലില്ല, പോ. വളരെ ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണർന്നുപോയി. ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഖേദിച്ചു മടങ്ങി മശായിഖിന്റെ കാലിൽ ചെന്ന് വീണു, പൊട്ടി പൊട്ടിക്കരഞ്ഞു. ഇബ്നുൽ ഫാരിദ് തങ്ങളുടെ സ്വന്തം ആളായി. ഒരു വർഷം കഴിഞ്ഞു. ആ വർഷം പൂർത്തിയാകുന്ന അന്ന് അതേ സ്വപ്നം കാണുകയാണ്. ഖിയാമത്ത് നാൾ വന്നിരിക്കുന്നു. വിളിയാളം വരുന്നു. ഐന ജമാഅത്ത് ഇബ്നുൽ ഫാരിദ്, ഇബ്നുൽ ഫാരിദ് തങ്ങളെ സംഘം എവിടെ? ഓടിച്ചെന്നു ജമാലുദ്ദീൻ സ്വാബി. മലക്കുകൾ സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഖുലിൽ ആൻ ഫഇന്നക മിൻഹും, ധൈര്യമായി കടന്നോളൂ, നിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്. സന്തോഷം പറയേണ്ടതില്ല. അവരെ കരം പിടിച്ചു പോവുകയാണ്. അവരോ ജീവിതത്തിലെല്ലാ ത്യാഗവും ചെയ്തവർ. ഈ മശായിഖന്മാരായി നമ്മൾ ഈ കാണുന്നവരും അല്ലാത്തവരുമായ മഹാരഥന്മാർ, അവരെ ജീവിതത്തിന്റെ ത്യാഗം എത്രയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത വലിയ വലിയ ഉൾക്കാടുകളിൽ, സിംഹങ്ങളും പുലികളുമുള്ള കാടുകളിൽ ഒരു മനുഷ്യനുമില്ലാതെ കൊല്ലങ്ങളോളം അവര് റബ്ബിന് വേണ്ടി റിയാദയിൽ ഇരുന്നിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഔറാദിൽ ഇരുന്നിട്ടുണ്ട്. കാലങ്ങൾ
അല്ലാ എന്ന ചിന്തയിലല്ലാതെ അവർ ഒരു നിമിഷവും മുന്നോട്ട് നീക്കിയിട്ടില്ല. ത്യാഗത്തിന്റെ അങ്ങേ അറ്റം അവരുടെ ജീവിതത്തിൽ അവരതൊക്കെ കഴിഞ്ഞു വന്ന് ഇപ്പോഴും ത്യാഗത്തിലാണ്. അവർ യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ മുന്തിയ കാറിലായിരിക്കാം, അതും മനസ്സുമായി അവർക്ക് ബന്ധമില്ല. കൂട്ടുകാരെ, ഈ ശഅബാൻ ഇത് റസൂലുള്ളാഹിന്റെ മാസമല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ഒരുങ്ങി മശായിഖിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. ആര് നമ്മളെ എതിർത്താലും പ്രശ്നമാക്കിയാലും തിരിഞ്ഞു നോക്കണ്ട, ഒറ്റ പോയിന്റ് നോക്കിയാൽ മതി. അസ്ഹാബുൽ വഖ്തുകളായ മഹാരഥന്മാരുണ്ട്. അവര് തരുന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അവരെ ഒരു നോട്ടം, അവരുടെ ഒരു പുഞ്ചിരി, അവരുടെ ഒരു വിളി, മോനെ എന്ന അഭിസംബോധനം, അത് മതിയല്ല. ടെൻഷനുകളും മാറിപ്പോയി, നമ്മൾ അവരിൽ ലയിച്ചുപോയി. നമ്മുടെ സഹോദരങ്ങളായി അവരെ കളിയാക്കി നിൽക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കും ഹിദായത്തിന്റെ മാർഗം നൽകട്ടെ.